ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും മേരി ക്രിസ്മസ് നേരുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്നാൽ ഒരു വചനത്തിൽ തൊട്ട് അത് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് ദൂതൻ ഇടയനോട് പറയുന്നുണ്ട്, സർവ്വജനത്തിന് ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇവിടെ സർവ്വജനത്തോടും എന്നാ പറയുന്നത്. അവിടെ യഹൂദനെന്നില്ല, യവനെന്നില്ല, ജാതികളായ നാമെന്നില്ല. ഈ ലോകത്ത് മനുഷ്യരെ ആരൊക്കെ പിറന്നിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്തു ജനിച്ചത്. നമ്മുടെ ദൈവം എന്ന് പറയുന്ന, ക്രിസ്തു എന്ന് പറയുന്ന ആള് വണ്ടർഫുൾ ഡിസൈനറാണ്. യേശുക്രിസ്തുവിന്റെ ജീവിത ക്രമങ്ങളൊക്കെ ബൈബിളിൽ നിന്ന് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സന്ദർഭം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എല്ലാം അടുക്കും ചിട്ടയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുക. അപ്രകാരം ഈ ഒരു ക്രിസ്മസിൽ നമുക്ക് വേണ്ടി, മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ക്രിസ്തു ജനിച്ചിരിക്കുക. അപ്പോൾ ക്രിസ്തു നമ്മിൽ ജനിക്കുക എന്നതാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രസക്തി. ക്രിസ്തു ജനിച്ചിട്ടുള്ള വ്യക്തികൾ അവരുടെ അനുഭവങ്ങളിലൂടെ പറയുകയാണെങ്കിൽ യേശു ക്രിസ്തു ആ വ്യക്തികളെ അകത്തോളം ഡിസൈൻ ചെയ്ത് മോടിയുള്ളതാക്കി മാറ്റാൻ കഴിയുമോ അത്രത്തോളം മോടിയുള്ളതാക്കി മാറ്റുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും എന്തൊക്കെ ചെയ്യണമെന്ന് അതിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അതിന് എല്ലാം അറിയാം. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ വഴി ക്രിസ്തുവിൽ സേഫ് ആവുകയാണ്. അത് നിത്യജീവൻ വരെ സേഫ് ആവുകയാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ നാം എല്ലാവരും ആഘോഷങ്ങളുടെ ഇടയിൽ ഇതും മനസ്സിലാക്കുക, ക്രിസ്തുവിനെ സമർപ്പിക്കുക, ക്രിസ്തു നമ്മിൽ ജനിക്കട്ടെ, അതിനായി വിധേയപ്പെട്ടുകൂടെ കൊടുക്കുക. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.